വിൽ സ്മിത്തിന്റെ പുസ്തകമുണ്ട്, അതിലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സെന്റൻസ് ഉണ്ട്. അതിങ്ങനെയാണ്: ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക്, നോട്ട് ലോജിക്. ഞാൻ മലയാളം എഴുതി പഠിച്ച ഒരാളാണ്. 2 2 ഈ 2 4 3 2 6 ഇങ്ങനെ പഠിച്ച്. ബട്ട് ഐ റോട്ട് എ ബുക്ക് ഇൻ ഇംഗ്ലീഷ്. എൻ്റെ ജോലി രാജിവെച്ച് ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബുക്ക് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. DC ക്കൊക്കെ അയച്ചായിരുന്നു, ആദ്യം മാതൃഭൂമിക്ക് അയച്ചായിരുന്നു. അറിയാവുന്ന നല്ല പബ്ലിഷേഴ്സിനൊക്കെ അയച്ചു. അവർ പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്നില്ല. പിന്നെ യു ആർ നോട്ട് എ പോപ്പുലർ ഫിഗർ, നിങ്ങൾ നമുക്കറിയില്ല, നിങ്ങൾ എഴുതിയിരിക്കുന്ന ആത്മകഥ വയസ്സ് 27 വെരി ഗുഡ്. അങ്ങനെ ഞാൻ ജോലി രാജിവെക്കുന്നു, ഞാനൊരു വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോ വൈറലാവുന്നു. ആ വീഡിയോ നിങ്ങൾക്കറിയാം, അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. 5ാം ക്ലാസ്സിൽ ഫാഷൻ ചാനൽ കണ്ടപ്പോൾ അമ്മ കൈയോടെ പൊക്കിയതാണ്. അങ്ങനെ അത് വൈറലായപ്പോൾ റേഡിയോ മിർച്ചി തന്നെ വിളിക്കുന്നത്. റേഡിയോ മിർച്ചി എന്ന് വിളിക്കുന്നു. ഞാൻ 6 തന്നെ ഷോസ് തുടങ്ങുന്നു. ഒന്നും മനസ്സിലാവുന്നത് എന്താ സംഭവിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പേര് ജോസഫ് അന്നംകുട്ടി ജോസ് തപ്പി വരുന്നവരൊക്കെ കാണുന്നത് എൻ്റെ കവർ പിക്ചർ ബറീഡ് തോട്ട്സ് എന്നുള്ള പുസ്തകമാണ്. ഇതെവിടെ കിട്ടും? അങ്ങനെ ഒരുപാട് പേര് DC യുടെ സ്റ്റോറി പോയി ചോദിക്കാൻ തുടങ്ങി. ഈ ബറീഡ് തോട്ട്സ് ഒരു പുസ്തകം ഇവിടെ ഇല്ല, എവിടെ ഇല്ല. അവസരം ഗതികെട്ട് അവർ എന്നെ വിളിച്ചു. നിങ്ങളാണ് ഈ ജോസഫ് അന്നംകുട്ടി ജോസ്? അതെ. ബറീഡ് തോട്ട്സ്? അതെ. അത് നമ്മളൊന്ന് റീപബ്ലിഷ് ചെയ്യട്ടെ. DC ഇത് പബ്ലിഷ് ചെയ്തു. എൻ്റെ ആദ്യമായിട്ടൊരു ട്രഡീഷണൽ പബ്ലിഷർ ബുക്ക് ബറീഡ് തോട്ട്സ് ആണ്. ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക്. എൻ്റെ ജീവിതം ഇന്ന് എന്നോട് പറയുന്നത് ഇന്ന് എന്ത് നടക്കണമെന്നുള്ളത് പൊന്നു ജോസഫേ നടക്കട്ടെ, നടക്കട്ടെ, ആക്സെപ്റ്റ് ഇറ്റ്.